ഹോർമൂസിൽ അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചെന്ന് അവകാശപ്പെട്ട് ഇറാൻ രംഗത്ത് വന്നു. ഒമാൻ ഉൾക്കടലിൽ ഇറാന്റെ പ്രാദേശിക അതിർത്തിയോട് അടുക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ പ്രവർത്തിക്കുന്ന യുദ്ധക്കപ്പലിനെ തങ്ങളുടെ നാവികസേന വിജയകരമായി ലക്ഷ്യമിട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീമാണ് ഈ സൈന്യത്തെ ഉദ്ധരിച്ച് ഈ സുപ്രധാന വിവരം പുറത്തുവിട്ടത്. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിൽ തങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ അമേരിക്ക നിരന്തരം നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടി എന്നോണമാണ് ഇറാൻ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഹോർമൂസിൽ അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചെന്നാണ് ഇപ്പോൾ ഇറാൻ അവകാശപ്പെട്ടിരിക്കുന്നത്. അതേസമയം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ കടുത്ത നയതന്ത്ര നടപടികളുമായി കുവൈറ്റ് സർക്കാർ. കുവൈറ്റിലെ ഇറാനിയൻ നയതന്ത്രജ്ഞർ 24 മണിക്കൂറിനകം രാജ്യം വിട്ടു പോകണമെന്ന് കുവൈറ്റ് ഭരണകൂടം കർശന നിർദ്ദേശം നൽകി. വിമാനത്താവളത്തിലെ 1-ാം ടെർമിനൽ ലക്ഷ്യമിട്ടുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ സ്വദേശി കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കുവൈറ്റിന്റെ ഈ അടിയന്തര നീക്കം. ഇറാന്റെ ആക്രമണങ്ങളെ GCC ശക്തമായി അപലപിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണി ഉയർത്തിയ ആക്രമണത്തെ അതീവ ഗൗരവത്തോടെയാണ് കുവൈറ്റ് കാണുന്നത്. നിരവധി ഡ്രോണുകൾ വിമാനത്താവള ടെർമിനൽ ലക്ഷ്യമാക്കിയെത്തിയതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയ വക്താവ് കേണൽ സ്റ്റാഫ് സൗദ് അബ്ദുൾ അസീസ് അൽ അദ്വാൻ സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ വിമാനത്താവളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശനഷ്ടം തന്നെ സംഭവിച്ചിട്ടുണ്ട്. സുരക്ഷ മുൻനിർത്തി അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കുവൈറ്റിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവയ്ക്കുകയും ലാൻഡ് ചെയ്യേണ്ട വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴി തിരിച്ചുവിടുകയും ചെയ്തു. അതേസമയം കൊല്ലപ്പെട്ട ഇന്ത്യൻ പൗരന്റെ മരണം കുവൈറ്റിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടു വരികയാണെന്നും കുവൈറ്റ് ഭരണകൂടവുമായി സഹകരിച്ച് കുടുംബത്തിനാവശ്യമായ എല്ലാ പിന്തുണയും സഹായവും ഉറപ്പാക്കുമെന്നും എംബസി എക്സിലൂടെ അറിയിച്ചു. പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തെയും നേരിടാൻ സായുധ സേന സജ്ജമാണെന്നും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ US സൈന്യം വിജയകരമായി പ്രതിരോധിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കുവൈറ്റിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട 2 മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ തകരുകയോ തെന്നിമാറുകയോ ചെയ്തു. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം മിസൈലുകളെയും ഡ്രോണുകളെയും വിജയകരമായി പ്രതിരോധിച്ചതായി കുവൈറ്റ് സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട്.